ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വയലാറിൻ്റെ കൃതികൾ അടങ്ങുന്ന ഒരു സമാഹാരമുണ്ടായിരുന്നു. വയലാർ കൃതികൾ എന്ന് പറയും ഒരു ബുക്ക്. ആ ബുക്കിലുള്ള കവിതകളൊക്കെ എടുത്തിട്ട് ട്യൂൺ ചെയ്യുമായിരുന്നു. അത് ആർക്കും കേൾപ്പിക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല. ശരിക്കും എൻ്റെ സുഹൃത്തുക്കളെ മാത്രം ചിലരെ മാത്രം പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അതിൽ താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഞാനിങ്ങനെ ട്യൂൺ ചെയ്തു. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. ഇങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ അമ്മയെ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അതിയായ ഭ്രമമുണ്ട് അമ്മ, എനിക്ക് ഒരു ഇതിലുള്ള 3 പാട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യണം ഓർക്കസ്ട്ര വെച്ചിട്ട്. അപ്പോൾ അമ്മ ആദ്യം പറഞ്ഞു അത് വേണോ എന്ന്, കാരണം രൂപ ചിലവാകുന്ന കാര്യമല്ലേ. അപ്പോൾ എൻ്റെ അമ്മ ഒരു ബേക്കറി നടത്തുന്നുണ്ട് പൂജപ്പുരയിൽ, മംഗല്യ ബേക്കറി എന്ന് പറഞ്ഞിട്ട്. ആ ബേക്കറിയിൽ നിന്ന് അല്പം ലാഭമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നിൻ്റെ ആഗ്രഹം, നീ എത്രയാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഏറ്റവും കുറച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റുഡിയോ എവിടെ ഉണ്ട്, ടെന്നീസ് ചേട്ടൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടെന്നും അവിടെ വളരെ ചെറിയ റേറ്റിന് വളരെ നന്നായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് എത്തുന്നത്. ഇത് ഇപ്പോൾ നിലവിലൊരു സ്റ്റുഡിയോ അല്ല, ഇത് ശരിക്കും ടെന്നീസ് ചേട്ടൻ്റെ പഴയ സ്റ്റുഡിയോ ആണ്. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ അമ്മ 550 രൂപ തന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ ചേട്ടൻ മലേഷ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ എന്നെക്കാൾ വലിയ ഒരു കലാകാരനാണ്. അദ്ദേഹം ഒരു എൻജിനീയറായിട്ട് ജോലി നോക്കുന്നു. എന്നാൽ കൂടി അദ്ദേഹം മൃദംഗം വായിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. അതുപോലെ തന്നെ ഡ്രാമ എഴുതുന്നതിൽ വളരെ കഴിവുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മലേഷ്യയിൽ ഡ്രാമ എഴുതിയപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ടൈറ്റിൽ മ്യൂസിക് ചെയ്യണം, ഒരു പാട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നു. ഉടച്ചിട്ട കണ്ണാടി ചില്ലുപോലെ തകർന്നുള്ളൊരു ഈ ജീവിതം. അത് ഞാൻ ഉടനെ ട്യൂൺ ചെയ്തു. കല്ലെറിഞ്ഞുടച്ചിട്ട കണ്ണാടി ചില്ല് പോലെ തകർന്നുള്ളൊരു ജീവിതം. എൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത ചില നിമിഷങ്ങൾ, ആദ്യമായിട്ട് എൻ്റെ ചില ക്രിയേഷൻസ് ശരിക്കും റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നത് ഒക്കെ തന്നെ ഈ സ്റ്റുഡിയോയിൽ നിന്നാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ ഹൃദയത്തോട് ചേർക്കുന്ന ഈ സ്റ്റുഡിയോ. കൃഷ്ണ ഈ ജന്മം 101 ബാർ സോപ്പ് എന്ന് പറഞ്ഞൊരു ബാർ സോപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദർ, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് 101 ബാർ സോപ്പ്. അതിന് വേണ്ടിയിട്ടൊരു ജിങ്കിൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഞാൻ തേടി നടന്നപ്പോഴാണ് ഇങ്ങനെ കൃഷ്ണൻ എന്ന് പറയുന്നത്, കൃഷ്ണ സദാശിവൻ എന്ന ഫോമൽ നെയിമുള്ള ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഞാൻ തെക്കാട് എന്നുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് തെക്കാടിൽ വന്ന് കൃഷ്ണനെ കാണുന്നു. അപ്പോഴാണ് അറിയുന്നത് കൃഷ്ണനും ഞാനും മാറിയൻസ് കോളേജിൽ ഒരേ സമയം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നവരാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കൃഷ്ണനെ ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നി, കാരണം ഒരു വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരേ വേവ് ലെങ്ത്തുള്ള അതുമുതൽ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കമായിരുന്നു ശരിക്കും. ആ 101 ബാർ സോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷമായിട്ട് ഞാൻ ഈ സ്റ്റുഡിയോയിൽ SS ഡിജിറ്റൽ എന്നുള്ള സ്റ്റുഡിയോ, ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റുഡിയോയുടെ വളർച്ചയും എൻ്റെ വളർച്ചയും ഒക്കെ പാരലായിട്ട് നടന്നു എന്ന് വേണം, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് വളർന്നു എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ സ്റ്റുഡിയോവും ജയചന്ദ്രൻ്റെ മ്യൂസിക്കും ഇവോൾവ് ചെയ്ത് ഏകദേശം ഒരുമിച്ച് തന്നെയാണ്. ജയചന്ദ്രൻ്റെ മിക്ക ഹിറ്റുകളും ഇവിടെ ഈ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ ബാലേട്ടനിലെ ഫേമസ് സോങ്, ജയചന്ദ്രൻ്റെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ഹിറ്റ് മണിക്കുയിലെ, പിന്നെ ഒരുപാട് സീരിയലിൻ്റെ സോങ്ങുകൾ, ജയചന്ദ്രൻ ഹിറ്റ് ആൽബം അകലെ, ഇതെല്ലാം ഞാനാണ് ഇവിടെ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്തത്. അപ്പോൾ നമ്മൾ തമ്മിൽ
ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെക്കാട്ടും ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അതിനാണ് കൂടുതൽ ഇതായിട്ടുള്ളത്. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ